ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തെടുത്തൊരു വീഡിയോ അല്ല. സോ ദിസ് മൈ നോട്ട് സൗണ്ട് സ്ട്രക്ചറലി പുട്ട് ടുഗെദർ. സോ പ്ലീസ് ബെയർ വിത്ത് മീ ഗൈസ്. സോ ഇന്നും ഞാനൊരു FMG റിലേറ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് MBBS എബ്രോഡിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ പറ്റി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയെന്ന്. പക്ഷെ ആരും കമൻറ്റ് ചെയ്തില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്തായാലും ഞാനൊരു വീഡിയോ ഇടാമെന്ന്. ബിക്കോസ് ഞാൻ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് കുറേ നാളായി. ആൻഡ് ഓൾസോ എനിക്ക് കണ്ടൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഒരു ഇൻഫോർമേറ്റീവ് കണ്ടൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ്ലി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഇപ്പം MBBS അബ്രോഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി വഴിയായിരിക്കുമല്ലോ അങ്ങോട്ട് പോകുന്നത്. സോ ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഏജൻസിയെ കംപ്ലീറ്റ്ലി വിശ്വസിക്കരുത്. അവർ നല്ല ഗുഡ് സൈഡ് മാത്രമേ പറയത്തുള്ളൂ. അവർ ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ബാഡ് സൈഡ് അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ പോയാലുള്ള ബാഡ്, അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്ട്രഗിൾസ് അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. സോ ഫസ്റ്റ്ലി നിങ്ങൾ ഒരു ഏജൻസികളെയും കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങളായിട്ട് റിസർച്ച് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ പോയി അവിടെ നിങ്ങൾ ഏത് കോളേജാണോ ചൂസ് ചെയ്യുന്നത് ആ കോളേജിൽ പഠിച്ച ആരെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഒക്കെ വരുത്താൻ പറ്റും. സോ അങ്ങനെ ചെയ്യുക. ഈ ഏജൻസി പറയുന്നത് മാത്രം വിശ്വസിച്ച് നിങ്ങൾ പോകരുത്. ഇതാണ് എൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്. പിന്നെയെന്ന് പറഞ്ഞാൽ, ഏജൻസി പറയും നീറ്റ് വേണ്ട, നീറ്റ് ക്വാളിഫൈ ആയില്ലെങ്കിലും നിങ്ങൾക്ക് പുറത്ത് MBBS ചെയ്യാവുന്ന. ഗൈസ്, ആ ട്രാപ്പിൽ വീഴരുത്. ബിക്കോസ് നിങ്ങൾ അവിടെ പോയി കഷ്ടപ്പെട്ട് 6 വർഷം പഠിച്ച് അത് നിങ്ങൾക്ക് വേസ്റ്റ് ആവും നീറ്റ് ഇല്ലെങ്കിൽ. ബിക്കോസ് നീറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് FMG ചെയ്താൽ പറ്റത്തില്ല. സോ നീറ്റ് കമ്പൽസറി ആണ്. അപ്പം നീറ്റ് ക്വാളിഫൈ ആവാതെ നിങ്ങൾക്ക് ആരെങ്കിലും MBBS അബ്രോഡ് തരാമെന്ന് പറഞ്ഞാൽ പോകരുത് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതാണ് എൻ്റെ സെക്കൻഡ് പോയിൻറ്റ്. ഇനി ഇതിൻ്റെ ഒരു MBBS അബ്രോഡ് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു നല്ല വശം ഞാൻ പറയാം. നിങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷർ കിട്ടും. ബിക്കോസ് നിങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പം ജസ്റ്റ് ഇന്ത്യൻ ഇപ്പോൾ നമ്മുടെ +2 അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റൊക്കെ നമ്മുടെ തന്നെ മലയാളി സർക്കിൾ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കിളിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ കുറേ കൺട്രീസിൽ നിന്നുള്ള പിള്ളേരെ കാണും. അവർ പഠിക്കുന്ന രീതി ഒക്കെ വെച്ച് നമുക്ക് ഒരു നല്ല എക്സ്പോഷർ കിട്ടും. പിന്നെ നിങ്ങൾ ജീവിതം പഠിക്കും. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ ആരുമില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം, കഴുകണം, പാത്രം കഴുകണം, എല്ലാം. നിങ്ങൾ ജീവിതം പഠിക്കും പുറത്തു പോയാൽ. മെഡിസിൻ മാത്രമല്ല, നിങ്ങൾ ജീവിതവും പഠിക്കും. അതാണ് ഒരു ഗുഡ് പോയിൻറ്റ്. പിന്നെ സിലബസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, സിലബസൊക്കെ സെയിമാണ്, പക്ഷേ പഠിപ്പിക്കുന്ന രീതി വേറെയാണ്. നിങ്ങൾ ഇന്ത്യയിൽ എന്ത് പഠിക്കുന്നത് അത് നിങ്ങൾ പുറത്തും പഠിക്കും. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഇന്ത്യയിൽ കുറേ പഠിപ്പിക്കും, അബ്രോഡ് കുറച്ചേ പഠിപ്പിക്കുള്ളൂ എന്ന്. ഗൈസ്, അത് ടോട്ടലി തെറ്റാണ്. തിയറിറ്റിക്കലി ഒരുപാട് പഠിപ്പിക്കും. ബിക്കോസ് അവർ യൂസ് ചെയ്യുന്ന എല്ലാം ഇൻ്റർനാഷണൽ ബുക്സാണ്. പിന്നെ പഠിപ്പിക്കും ഇൻ ദ സെൻസ് നമ്മളത് പഠിക്കണം. എവിടെയും നമ്മളെ പഠിപ്പിച്ച് തരാൻ പോകുന്നില്ല. അതിന് നമുക്കൊരു എയ്ഡ് തരും. അല്ലാണ്ട് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് എടുത്താൽ നിങ്ങളാരും പഠിപ്പിക്കത്തില്ല. ഇങ്ങനെ സ്കൂളിലെ പോലെ ഇങ്ങനെ പഠിപ്പിക്കത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണം. അവർ നമുക്ക് അതിനുള്ളൊരു എയ്ഡ് തരും. സോ അത് അവിടെയും ഉണ്ട്. പിന്നെ പ്രാക്ടിക്കലിൻ്റെ കേസ് പറയുവാണെങ്കിൽ, ഐ അഡ്മിറ്റ് പ്രാക്ടിക്കൽ ഇന്ത്യയിലാണ് ഉള്ളത്. അനാറ്റമി ഒന്നും നമുക്ക് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. സോ നമ്മൾ തിരിച്ച് വന്ന FMGക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അനാറ്റമി നമ്മൾ പ്രോപ്പർലി പഠിക്കാത്തതിൻ്റെ. സോ അതൊരു ഡ്രോബാക്കാണ് അക്കാഡമിക്കലി. ബാക്കിയെല്ലാം ഐ തിങ്ക് നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ദ സെയിം. ഈ പ്രാക്ടിക്കൽ കാര്യം മാറ്റി വെച്ച് ഓക്കെ. ഇനി ഞാൻ കോഴ്സ് ഡീറ്റെയിൽസിലോട്ട് പോകാം. 6 വർഷത്തെ കോഴ്സാണ്. 6 വർഷത്തിൽ നിങ്ങൾക്ക് ഒരു എല്ലാ വർഷവും 2 months നിങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടും. സമ്മർ ബ്രേക്ക് അങ്ങനത്തെ സംഭവം കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ നാട്ടിൽ വരാം. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു പ്രൊഫഷൻ അല്ല ഇത്. നാട്ടിൽ പഠിച്ചാലും നിങ്ങൾ എൻജോയ് ചെയ്യും, അവിടെ പഠിച്ചാലും നിങ്ങൾ എൻജോയ് ചെയ്യും.
സോ എൻജോയ്മെൻറ്റിന് ഒരു കുറവും കാണത്തില്ല, പക്ഷെ കൂടെ പഠിക്കുകയും കൂടെ വേണം. എൻ്റെ യൂണിവേഴ്സിറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ദിവസവും ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കും, ഓറൽ വൈവ മാതിരി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിന് ഉത്തരം പറയണം, എന്നാലേ അവർ നമുക്ക് മാർക്ക് ഇട്ട് തരത്തുള്ളൂ. ആ മാർക്ക് ആഡ് ചെയ്ത് ഒരു സർട്ടൺ മാർക്ക് ആയാലേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ആ എക്സാമിനകത്ത് നമുക്കൊരു മിനിമം മാർക്ക് വന്നാലേ പിന്നെ ഫൈനൽസ് എഴുതാൻ പറ്റത്തുള്ളൂ. എങ്ങനെയൊക്കെ കുറേ ഉണ്ട്. സോ എന്നാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ പോകുന്നത്. സോ നിങ്ങൾ പഠിച്ചേ പറ്റൂ. ജോബ് അവിടെ ചെന്നിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ ആണെങ്കിൽ ദിസ് ഈസ് ഫോർ ജോർജിയയിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അതിന് പറ്റത്തില്ല. ബിക്കോസ് അവർ റൂള് കൊണ്ടുവന്നിട്ടുണ്ട്, എന്തോ ഇനി ഫോറിൻ സ്റ്റുഡൻസിന് ഇങ്ങനെ എന്തോ ജോബ് ചെയ്യാൻ പറ്റത്തില്ല എന്നോ അങ്ങനെ എന്തോ. അതിനെപ്പറ്റി കറക്റ്റായിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയത്തില്ല, പക്ഷേ അങ്ങനെ എന്തോ ഒരു റൂളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അവിടെ ജോബൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നിങ്ങളുടെ കൺസൾട്ടൻസിയിലോ ഏജൻസിയിലോ ചോദിക്കാം, അവർ പറഞ്ഞു തരും പ്രോപ്പറായിട്ട്. നല്ലൊരു ഏജൻസി ആണെങ്കിൽ ഇത് പറഞ്ഞു തരും. പിന്നെ എൻ്റെ ഏജൻസി പറഞ്ഞ ഏറ്റവും വലിയ കളത്തരമായിരുന്നു, ഇവിടെ പോലെ ഇൻറ്റേൺഷിപ്പിന് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടും എന്നൊക്കെ. ഒരു തേങ്ങ കിട്ടത്തില്ല, ഇൻറ്റേൺഷിപ്പിന് ഒരു തേങ്ങയും കിട്ടത്തില്ല. നമുക്കവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക, അല്ലാണ്ട് അവരായിട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ ഇടും നിങ്ങൾ വിചാരിക്കേണ്ട, തരാൻ പോകുന്നില്ല. സോ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഏജൻസി പറയുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളം ഗൈസ്, പച്ചക്കള്ളം. അവരെ എൻ്റെ അടുത്തോട്ട് വിടുക, ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് ചൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുവാണെങ്കിൽ അടുത്ത ടീച്ചേഴ്സും ഫാക്കൽറ്റി അതൊക്കെ പ്രൊഫസർമാർ ഡോക്ടേഴ്സ് എല്ലാം നല്ലതാണ്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ വകയ്ക്ക് കൊള്ളാത്തൊരു അഡ്മിനിസ്ട്രേഷനാണ്. നമ്മൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ അവിടുന്ന് റേസിസം, പിന്നെ നമ്മളെ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവർ നമ്മളില്ലാത്ത പോലെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സസിൻ്റെയൊക്കെ കാര്യം എനിക്ക് പറയാൻ വയ്യ. അവർ ഒരു കോർഡിനേഷനും ഇല്ലാതാണ് ക്ലാസ്സസൊക്കെ ഇടുന്നത്. ഇപ്പം ഇവിടുത്തെ പോലെയല്ല അവിടെയെന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു ക്ലാസ് ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ മാറിയായിരിക്കും അടുത്ത ക്ലാസ് വരുന്നത്. അപ്പോൾ ഇവർ ക്ലാസ് ഇടുന്നതെന്ന് വെച്ചാൽ 9 to 10 ഹോസ്പിറ്റൽ എയിലാണെങ്കിൽ 10 to 11 ഹോസ്പിറ്റൽ ബി ഇടും. പക്ഷെ എയും ബിയും തമ്മിൽ 1 മണിക്കൂർ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഇതൊന്നും ഇവർക്ക് അറിയാത്ത പോലെ നടിക്കുന്നതാണോ എന്നെനിക്കറിയത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയായിരുന്നു ഇവർ ടൈം ടേബിൾ ഇട്ടുകൊണ്ടിരുന്നത്. അത് നമ്മളെ ഭയങ്കരമായിട്ട് ട്രബിൾ ചെയ്തിട്ടുണ്ട്. നമ്മളത് എല്ലാ വർഷവും നമ്മൾ ചെന്ന് പറയും, എല്ലാ സെമിസ്റ്ററിലും. പക്ഷേ അവരൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല നമുക്ക്. പിന്നെ നമ്മൾ തന്നെ ഡോക്ടേഴ്സിനോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വേണമായിരുന്നു പോവാൻ. സോ ഞാൻ പറഞ്ഞത് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു പൊട്ട അഡ്മിനിസ്ട്രേഷനായിരുന്നു. അത് ഞാൻ വീണ്ടും ഊന്നി പറയുന്നു. അപ്പോൾ നിങ്ങൾ പോകാൻ നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അവിടുത്തെ പിള്ളേരെങ്ങനെയാണ്, അവിടുത്തെ ടീച്ചേഴ്സ് എങ്ങനെയാണ്, മെഡിക്കൽ സെഷൻസ് നല്ലോണം കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ആണോ, അങ്ങനെയൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനിക്കാൻ നിങ്ങൾക്ക് എവിടെ പോകണമെന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആരും അങ്ങനെ അധികം പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അവിടെ പോയി പഠിച്ച് കണ്ടത് വെച്ചിട്ട് ഞാൻ പറയുവാണ്, നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ നശിക്കാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതിപ്പോൾ എവിടെ പഠിച്ചാലും നശിക്കാം. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു, പെട്ടെന്ന് നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുമ്പോൾ നിങ്ങളത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അത് എബ്രോഡ് ആകുമ്പോൾ കുറച്ചുകൂടെ കൂടും. ഇവിടെയാണെങ്കിലും അത് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ എബ്രോഡ് ആകുമ്പോൾ അത് കുറച്ചുകൂടെ കൂടും. സോ നിങ്ങൾ നിങ്ങളുടെ സർക്കിളൊക്കെ ഭയങ്കര സൂക്ഷിച്ച് ചൂസ് ചെയ്യുക, നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകാനുള്ള സാധ്യത വരെ ഉണ്ട് ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ എല്ലാം നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. നെക്സ്റ്റ് തിങ്, നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് റേസിസം കാണും. അത് നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറാകുക. ഒന്നുകിൽ തിരിച്ച് പറയുക, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ബിക്കോസ് നമ്മളിവിടെ പഠിക്കാൻ പോയതാണ്. റേസിസ്റ്റുകൾ എല്ലായിടത്തും കാണും. എന്ന് വെച്ച് നല്ല ആൾക്കാരില്ലെന്നല്ല, നല്ല ആൾക്കാരും ഉണ്ട്, നല്ല മനുഷ്യരും ഉള്ള സ്ഥലമുണ്ട് ഗൈസ്. ഞാൻ ജോർജിയയിലാണ് പഠിച്ചത്. അവിടെ നല്ല മനുഷ്യരും ഉണ്ടായിരുന്നു, പിന്നെ കുറേ റേസിസ്റ്റ് അലവലാദികളും ഉണ്ടായിരുന്നു. നമ്മളവരെ മൈൻഡ് ചെയ്യണം. നമ്മൾ പഠിക്കാൻ പോകുന്നു, നമ്മൾ പഠിക്കുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു 8-9 വർഷം മാറ്റി വയ്ക്കാൻ തയ്യാറാകുക. ബിക്കോസ് നിങ്ങളിപ്പോൾ 17 വയസ്സിൽ പോവുകയാണെങ്കിൽ എല്ലാം കഴിഞ്ഞ് നിങ്ങളൊരു
പെർമനൻറ്റ് രജിസ്ട്രേഷനുള്ള ഡോക്ടറായിട്ട് വരാൻ ഒരു 27-28 വയസ്സാവും. ഇതിന് റെഡി ആണെങ്കിൽ ഗുഡ്, നിങ്ങൾക്ക് പോവാം, എബ്രോഡ് പോവാം. പക്ഷെ ഇതിന് റെഡി അല്ല എങ്കിൽ ഐസ് പോവരുത്. ആരും അങ്ങനെ ടൈറ്റിലിന് വേണ്ടി പുറത്തുപോയി പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഡോക്ടർ എന്ന് പറയുന്ന പ്രൊഫഷൻ തന്നെ ഭയങ്കര പാടാണെന്ന് എല്ലാവർക്കും അറിയാം. സോ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തവർ ഈ പ്രൊഫഷനെ ഇറങ്ങിത്തിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനേ വയ്യ, പക്ഷെ നിങ്ങൾക്ക് ഡോക്ടർ ആവണം. അങ്ങനെയാണെങ്കിൽ ഗൈസ്, ദിസ് ഈസ് നോട്ട് ഫോർ യു. നിങ്ങൾ പോയത്, നിങ്ങൾ പഠിക്കരുത്, നിങ്ങൾ ഡോക്ടർ ആവരുത്. നിങ്ങൾക്ക് വേറെ കോഴ്സുകളുണ്ട്, അത്രയ്ക്ക് വാസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അതിന് പ്രിപ്പയർഡ് ആയിട്ട് വേണം നിങ്ങൾ പോകാൻ. അല്ലാണ്ട് ജസ്റ്റ് അബ്രോഡ് പോയി നമുക്ക് പൊളിക്കാം അങ്ങനത്തെ മൈൻഡിൽ പോയാൽ ഐ ഡോണ്ട് നോ, ഐ ഹാവ് സീൻ പീപ്പിൾ ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരിക്കലും പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫാണ് സ്പോയിൽ ചെയ്യുന്നത്. സോ ടേക്ക് ഡിസിഷൻസ് വൈസ്ലി. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ ഒരു പാർട്ട് 2 ആയിട്ട് വരും. ബിക്കോസ് എനിക്ക് കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞുകൂടല്ലേ. പാർട്ട് 2 ആയിട്ട് വരും ഞാൻ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഗൈസ്. നിങ്ങൾ എപ്പോഴും പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്തെങ്കിലും എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ഐ റിഗ്രറ്റ്. ബിക്കോസ് ഞാൻ പോയിരുന്നേ പറയത്തുള്ളൂ. നോട്ട് ബിക്കോസ് അവിടുത്തെ സിലബസ് കൊള്ളില്ല, അവിടുത്തെ പഠിപ്പിപ്പ് കൊള്ളില്ല, അതുകൊണ്ടൊന്നും അല്ല. നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ, ഡിലേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം. ഇതൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഹോപ്പ് ചെയ്യാം ഇതൊക്കെ പെട്ടെന്ന് ശരിയാവും. ഞാൻ തന്നെ ഇപ്പം 1 വർഷമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, ഒന്നും ആയിട്ടുണ്ട്. എൻ്റെ ഇൻറ്റേൺഷിപ്പ് ആയിട്ടുണ്ട്, പക്ഷേ ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആവുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഡിസൈഡ് ചെയ്യാം. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് എൻ്റെ FMG റിസൾട്ട് വന്നത്. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2024 ഡിസംബറിൽ പാസ് ഔട്ടായി. 2025 ജൂണിൽ എക്സാം എഴുതി. ഓഗസ്റ്റിൽ റിസൾട്ട് വന്നു. അടുത്ത ഓഗസ്റ്റിൽ ഞാൻ കയറത്തുള്ളൂ. ദിസ് ഓഗസ്റ്റിൽ ഞാൻ കയറത്തുള്ളൂ. നിങ്ങൾ എൻ്റെ 2 വർഷത്തേക്ക് കിടക്കുന്ന കണ്ടോ? സോ തിങ്ക് ഗൈസ്, തിങ്ക്. എനിക്ക് എത്ര പറയാനുള്ളൂ. അപ്പോഴത്തേക്കും ബൈ, വണക്കം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും.